വിഴിഞ്ഞത്തെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും ഭരണപക്ഷത്തിനെതിരെയും ആഞ്ഞടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ CPM തന്നെ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമാണ് പുറത്തേക്ക് വരുന്നത്. വിഴിഞ്ഞത്തെ ഓഹരി വിൽപ്പനയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ആകെ മൊത്തത്തിൽ CPM. ഓഹരി വിൽപ്പനയെപ്പറ്റി അറിഞ്ഞില്ല എന്ന് CPM നേതാക്കൾ പറയുമ്പോഴും ഓഹരി വിൽപ്പനയെ അനുകൂലിച്ച് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ജൂൺ 5 പത്രത്തിലാണ് ഓഹരി വാങ്ങാനുള്ള MSC കമ്പനിയുടെ നീക്കത്തെ പുകഴ്ത്തി വാർത്ത വന്നത്. ഓഹരി വിൽപ്പന അദാനി ഗ്രൂപ്പ് പുറത്തുവിട്ടത് ജൂൺ 30 വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട CPIM വലിയ പ്രതിഷേധം നടത്തുമ്പോഴാണ് ഇപ്പോൾ അവർ അതിനെ അനുകൂലിച്ചതിന്റെ തെളിവുകൾ പുറത്തു വരുന്നത്. ഇത് CPMനെയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും വലിയ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുകയാണ്. നേരത്തെ തന്നെ ജൂൺ 5 ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ട് ജൂൺ 30 കമ്പനി വാർത്ത പുറത്തുവിടുമ്പോൾ എങ്ങനെ CPM ഇത് അറിഞ്ഞില്ല എന്ന് പറയും? വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ എന്ന തലക്കെട്ടോടെ സുനീഷ് ജോ എന്ന ബൈലൈനിലാണ് ദേശാഭിമാനിയിൽ റിപ്പോർട്ട് വന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനി MSCയുടെ ടെർമിനൽ വരാൻ സാധ്യതയേറിയെന്നും അതിന്റെ ഭാഗമായി ഓഹരികൾ വാങ്ങുമെന്നുമാണ് ദേശാഭിമാനി വാർത്തയിൽ പറയുന്നത്. 49% വരെ ഓഹരിയാണ് MSC ലക്ഷ്യമിടുന്നത് എന്നും അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡും MSC പ്രതിനിധികളുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. തുറമുഖം വാണിജ്യ പ്രവർത്തനം ആരംഭിച്ച് 1 വർഷത്തിന് ശേഷം അതിന്റെ 25% ഒഴിച്ചുള്ള ഓഹരികൾ വിൽക്കാം. കരാറിലെ ഈ വ്യവസ്ഥ അനുസരിച്ചാണ് ഓഹരി വിപണന ചർച്ച പുരോഗമിക്കുന്നത് എന്നും ദേശാഭിമാനി തിരുവനന്തപുരം എഡിഷനിൽ പ്രസിദ്ധീകരിച്ച ഈ വാർത്തയിൽ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ CPM ഇക്കാര്യം അറിഞ്ഞില്ല എന്ന് പറയും? മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെയും ഭരണപക്ഷത്തിനെതിരെയും വിമർശനം ഉന്നയിക്കും? ആകെ മൊത്തത്തിൽ പെട്ട അവസ്ഥയാണ് ഇപ്പോൾ CPM.